ബഹിരാകാശ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരുന്നതോടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് ബഹിരാകാശ സഞ്ചാരികളായ സ്ത്രീകൾക്ക് അവിടെ വച്ച് ആർത്തവം ഉണ്ടാകുമോ എന്നത്. ഭൂമിയിൽ സ്ത്രീകൾ ആർത്തവ സമയങ്ങളിൽ നേരിടുന്ന പല ബുദ്ധിമുട്ടുകൾക്ക് പല രീതിയിൽ പരിഹാരങ്ങളുണ്ട്. എന്നാൽ അങ്ങ് ബഹിരാകാശത്തെത്തിയാൽ ആർത്തവ ദിനങ്ങൾ എങ്ങനെയായിരിക്കും, അവർ അത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ബഹിരാകാശ പര്യവേഷണത്തിന്റെ ആദ്യ നാളുകളിൽ മൈക്രോഗ്രാവിറ്റിയിൽ ആർത്തവം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കാര്യമായ ചർച്ചയുണ്ടായിരുന്നു. വാലന്റീന തെരഷ്കോവയാണ് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ആദ്യ വനിത. 1963 ആ ചരിത്ര യാത്ര. പിന്നീട് 1983 സാലി റൈഡ് ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചെത്തിയപ്പോൾ റിപ്പോർട്ടർമാർ അവരോട് ചോദിച്ച ആദ്യ ചോദ്യങ്ങളിലൊന്ന് നിങ്ങൾ ബഹിരാകാശത്ത് നിങ്ങളുടെ ആർത്തവം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതായിരുന്നു. ഭൂമിയിലേതുപോലെ തന്നെ ബഹിരാകാശ യാത്രയ്ക്ക് ആർത്തവം ഒരു തടസ്സമല്ല. ബഹിരാകാശ ദൗത്യങ്ങളുടെ സമയത്ത് ആർത്തവം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പരിമിതമായ ശുചിത്വ സൗകര്യങ്ങൾ, ജലം, മാലിന്യ സംസ്കരണവും പോലുള്ള പ്രായോഗിക വെല്ലുവിളികൾ കാരണം ചിലർ യാത്രയ്ക്ക് മുൻപ് ആർത്തവം താൽക്കാലികമായി നിർത്തിവെക്കാറുണ്ട്. ജലവിതരണം പരിമിതമായതിനാൽ ഒരിക്കൽ ഉപയോഗിച്ച ജലം കുടിവെള്ളമായും മറ്റും വീണ്ടും ഉപയോഗിക്കുന്നതാണ് ബഹിരാകാശ രീതി. ഈസ്ട്രജൻ അടങ്ങിയ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവുകൾ കഴിച്ചാണ് വനിതാ ബഹിരാകാശ യാത്രികർ രക്തസ്രാവം തടയുന്നത്. ചില വനിതാ യാത്രികർ ആർത്തവ സമയങ്ങളിൽ ടാമ്പൂണുകളും സാനിറ്ററി പാഡുകളും മെൻസ്ട്രൽ കപ്പുകളും ഉപയോഗിക്കാറുണ്ട്. പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യമാണ് ഇവ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ആർത്തവം കാരണം പല കാര്യങ്ങളും നീക്കിവെക്കുന്ന ചിലരുണ്ട്. അവരോടായിട്ടാണ് ആർത്തവത്തെ ഒരു തടസ്സമായി കണ്ട് ഒന്നും മാറ്റിവെക്കരുത്. കണ്ടില്ലേ, എല്ലാത്തിനും പരിഹാരങ്ങളുണ്ട്. There is a will, there is a way എന്നല്ലേ?